സംവിധായകൻ ബ്ലെസ്സി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്കൊരു വിശ്വാസമുണ്ട്, മികച്ചതിൽ കുറഞ്ഞതൊന്നും അവിടെ നിന്ന് വരില്ലെന്ന്. ഇന്ന് കാഴ്ച എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് 20 വർഷം പൂർത്തിയാകുമ്പോൾ ബ്ലെസ്സി ഇൻഡസ്ട്രിയിലെ തന്റെ 20 വർഷങ്ങൾ ആഘോഷിക്കുകയാണ്. ഈ നിലനിൽപ്പിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് ബ്ലെസ്സി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കാഴ്ചയുടെ മിഴി തുറന്നിട്ട് ഇന്ന് 20 വർഷമാകുന്നു. കഴിഞ്ഞ 20 വർഷക്കാലത്ത് 8 സിനിമകൾ സംവിധാനം ചെയ്തു. അങ്ങനെ മലയാള സിനിമയിലെ സംവിധായകൻ എന്ന നിലയിൽ 20 വർഷമാകുന്നു ഇന്ന്. ഇത്ര കാലം തന്നെയുള്ള കാത്തിരിപ്പും ഒരുക്കവും ഇതിനു പിന്നിലുണ്ട്. ഈ നിലനിൽപ്പിന് ദൈവത്തിന് നന്ദി. എന്റെ സിനിമകളോടൊപ്പം നിന്ന പ്രേക്ഷകരോടും നന്ദിയും തികഞ്ഞ കടപ്പാടും അറിയിക്കട്ടെ. സ്നേഹപൂർവ്വം ബ്ലെസ്സി. ഇങ്ങനെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2002 പുറത്തിറങ്ങിയ കാഴ്ചയുടെ എഴുത്തുകാരനും ബ്ലെസ്സി തന്നെയാണ്. മമ്മൂട്ടി, പത്മപ്രിയ, യാഷ് ഗവ്ലി, സനുഷ സന്തോഷ്, മനോജ് KGN തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയിരുന്നു. ബ്ലെസ്സിയുടെ അരങ്ങേറ്റ ചിത്രം മാത്രമല്ല, പത്മപ്രിയ എന്ന നടി മലയാളത്തിലേക്ക് എത്തിയതും കാഴ്ചയിലൂടെയായിരുന്നു. കാഴ്ചയിലേക്ക് ആദ്യം നായകനായി പരിഗണിച്ചിരുന്നത് ചിയാൻ വിക്രത്തെ ആയിരുന്നു. എന്നാൽ പിന്നീട് അത് മാറി മമ്മൂട്ടിയിലേക്ക് എത്തുകയായിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ ബ്ലെസ്സി തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്ന് ഉറ്റവർ നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ നിന്നും ചിതറിക്കപ്പെട്ട പവൻ എന്ന ബാലനും കുട്ടനാട്ടുകാരനായ ഫിലിം ഓപ്പറേറ്റർ മാധവനുമാണ് കാഴ്ചയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത്. ദേശം, ഭാഷ, പ്രായം എന്നീ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇരുവരും വളർത്തിയെടുക്കുന്ന സ്നേഹമായിരുന്നു കഥയുടെ പ്രധാന ആകർഷണം. ഒരു അനാഥ ബാലനും നാട്ടുംപുറത്തുകാരനുമായുള്ള സ്നേഹബന്ധത്തിന്റെ സുന്ദര മുഹൂർത്തത്തിൽ നിന്ന് പെട്ടെന്ന് സാമൂഹിക വിമർശനത്തിലേക്കാണ് സിനിമ പടർന്നു കയറിയത്. ദുരന്തങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകളെ അധികാരികൾ നിസ്സാരവൽക്കരിക്കുന്നത് എങ്ങനെയാണെന്ന് കാട്ടുകയായിരുന്നു ബ്ലെസ്സി ഈ ചിത്രത്തിലൂടെ. നന്മയുടെ ഭാഷ മനസ്സിലാകാത്ത ഉദ്യോഗസ്ഥ വർഗത്തെയും തുറന്നു കാട്ടുന്ന അവതരണമായിരുന്നു ചിത്രത്തിൻ്റെത്. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കപ്പെട്ട കാഴ്ച പതിവ് വിപണന ഘടകങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും മികച്ച സാമ്പത്തിക വിജയം നേടിയിരുന്നു. റിലീസ് ചെയ്ത് മിക്ക കേന്ദ്രങ്ങളിലും 100 ദിവസം ചിത്രം പ്രദർശനം നടത്തി. സിനിമ ഇറങ്ങി ഏറെ കഴിഞ്ഞാണെങ്കിലും കാഴ്ച ഏതാനും വിവാദങ്ങളിലും ഉൾപ്പെട്ടിരുന്നു. 2004 ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ചിത്രം പൂർണ്ണമായും തടയപ്പെട്ടിരുന്നു. വിധികർത്താക്കളുടെ കൂട്ടത്തിലുള്ള മലയാളികൾക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. കാഴ്ചയിലൂടെ ബ്ലെസ്സിക്ക് മികച്ച പുതുമുഖ സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ആ വർഷം ലഭിച്ചിരുന്നു. സൗന്ദര്യാത്മക മൂല്യമുള്ള മികച്ച ജനപ്രിയ സിനിമ എന്ന കാറ്റഗറിയിലും ചിത്രം സംസ്ഥാന പുരസ്കാരം നേടി. കാഴ്ചയ്ക്ക് ശേഷം ബ്ലെസ്സി സംവിധാനം ചെയ്ത തന്മാത്രയും മലയാള സിനിമയുടെ അഭിമാന നേട്ടങ്ങളിലൊന്നായി മാറിയിരുന്നു. ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ തന്മാത്ര ബോക്സ് ഓഫീസിലും നല്ല കളക്ഷൻ നേടി. പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഭ്രമരം, പ്രണയം, കളിമണ്ണ് എന്നിങ്ങനെ ഇപ്പോൾ ആടുജീവിതം വരെ വന്നു നിൽക്കുകയാണ് ബ്ലെസ്സിയുടെ സിനിമാ ജീവിതം. തന്റെ നീണ്ട 16 വർഷങ്ങളാണ് ബ്ലെസ്സി ബെന്യാമിന്റെ ആടുജീവിതം സിനിമയാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചത്. അതിന്റെ ഫലം സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ബ്ലെസ്സിയുടെ 16 വർഷവും പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനും ചേർന്നപ്പോഴാണ് നജീബിന്റെ ജീവിതം സ്ക്രീനിൽ മികവ് പുലർത്തിയത്. കേരള സംസ്ഥാന പുരസ്കാര പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ബ്ലെസ്സിയുടെ ആടുജീവിതം. മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച കൊറിയോഗ്രാഫി, മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ 9 പുരസ്കാരങ്ങളാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഈ സിനിമയ്ക്ക് നൽകിയത്.